ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ പൂളിയും ഇളനീർ ജ്യൂസ് കേട്ടോ. ഇന്ന് തേങ്ങ ഇട്ടപ്പോൾ 2-3 ഇളനീർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു പൂള ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പൂള നല്ല വൃത്തിയായിട്ട് നന്നാക്കിയതിന് ശേഷം നല്ല വൃത്തിയായി കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം, ഒരു 3/4 കപ്പോളം വെള്ളം വെച്ചോളൂ കേട്ടോ. വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം കുക്കറിൽ നമുക്ക് വേവാൻ വേണ്ടി വെക്കാം കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജ്യൂസിനുള്ള പരിപാടി തുടങ്ങാം. 3 ഇളനീരുണ്ട്, അത് അപ്പം തന്നെ ഞങ്ങൾക്ക് വെട്ടി തന്നിട്ടുണ്ടായിരുന്നു അവർ കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതിതാ പൊളിച്ചെടുത്തതെന്നിട്ട് വെട്ടി അതിൻ്റെ വെള്ളവും കാമ്പൊക്കെ വേറെ വേറെ ആക്കിയെടുത്തു. ഇനി ജ്യൂസ് അടിക്കണം. മിക്സിൻ്റെ ജാറിലിട്ട് ജ്യൂസ് അടിച്ചു. പിന്നെ ഇളനീർ ജ്യൂസിന് വലിയ പണിയൊന്നുമില്ലല്ലോ. ആ വെള്ളം അതിനെ പിന്നെ മിക്സിയിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം യൂസ് ചെയ്ത് അത്ര തന്നെ. പ്രത്യേകിച്ച് ഇപ്പോൾ തണുത്ത വെള്ളം യൂസ് ചെയ്ത് അടിച്ച് ഇളനീർ ജ്യൂസ് ആയല്ലോ വീട്ടിൽ. അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൂള പിന്നെ വറവിടാനൊന്നും നിന്നില്ലെന്ന്. ഒരൊറ്റ പൂള ഉണ്ടായിരുന്നുള്ളൂ. പൂള എന്ന് പറഞ്ഞാൽ മക്കൾ വല്ലാണ്ട് കഴിക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. 1 വയസ്സായിട്ടുള്ളവന്, അവന് പൂളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂള, ചക്ക, മാങ്ങ അത് സാധനങ്ങൾ ഇഷ്ടമാണ്. രണ്ടാമത്തെ ആൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. മോള് പിന്നെ നന്നായിട്ട് കഴിച്ചു. ഈ ഇളനീർ ജ്യൂസും കൂട്ടേണ്ട. മഞ്ഞ കളറായിരുന്നു പൂള വെന്തത്, ഇപ്പോൾ മഞ്ഞൾ ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതായി.